Hello students. In today's topic, we are going to learn about combinational circuits, design of combinational circuits. During the last class, we have learned about how to draw a logic circuit. Okay, logic means we have input 0 or 1. We can have any number of inputs, but we can have only one output. The output can be 0 or 1. That's why logic circuit is. Here, combination means we have a combination of different logic circuits. Okay, we can combine different gates in the circuit. Suppose we want to design examples adders, subtractors, encoders, decoders, etc. Adders എന്താന്ന് നമുക്കറിയാം. നമ്മൾ ഹാഫ് ആഡർ ഫുൾ ആഡർ കേട്ടിട്ടുണ്ട്. എങ്ങനെ ആഡ് ചെയ്യാം, രണ്ട് നമ്പറിന് ആഡ് ചെയ്യാം. രണ്ട് നമ്പർ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ആഡേഴ്സ്. സബ്ട്രാക്ടേഴ്സോ രണ്ട് നമ്പറിന് സബ്ട്രാക്ട് ചെയ്യാം. എൻകോഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു സീക്വൻസിനെ വേറൊന്നിലേക്ക് കോഡ് ചെയ്യുക. പാരിറ്റി വെച്ച് നമ്മൾ കോഡ് ചെയ്യാൻ പഠിച്ചു. ഈവൻ പാരിറ്റി ഇട്ട് ഒരു കോഡായി, ഓഡ് പാരിറ്റി ഇട്ടിന് കോഡായി. Similarly, Hamming code. This is encoder. Okay. Similarly, ഇത് decode ചെയ്യണം. Sender side encode ചെയ്ത് അയക്കുന്നത് receiver side decode ചെയ്യണം. So we have to design encoders and decoders. Similarly, adders, subtractors, and a load of combination circuits. In this session, in your syllabus, we are learning only about adders and subtractors. How to draw an adder and how to draw a subtractor. Okay. Before going to adders, let me tell you, when we add, there are two types of adders. Half adder and full adder. Half adder is the pagdi idea. Full adder means full light idea. ഒരു രണ്ട് നമ്പർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മാക്സിമം എത്ര നമ്പർ വരെ വരാം? ക്യാരി കൂടെ വരാം അല്ലെ? നമ്മൾ രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി രണ്ട് നമ്പർ മാത്രം ആവാം, അല്ലെങ്കിൽ മൂന്ന് നമ്പേഴ്സ് വരാം. അതിനാണ് ഹാഫ് ആഡേഴ്സ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. Okay. Half adder means if you have only 2 bits for addition, it is known as a half adder. 2 ബിറ്റ് മാത്രം ആഡ് ചെയ്യുന്ന കേസാണ് ഹാഫ് ആഡർ. 3 ബിറ്റ് വന്നാലോ we can say it is a full adder. Half adders and full adders. Let me take a pen. Okay. First, let me add two numbers. Any two numbers. 23 plus 45. What happens here? 5 plus 3, 8. 4 plus 2, 6. How many bits we have added? We added 3 and 5. 3 plus 5. Okay. This is 2 plus 4. എത്ര ബിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്? 2 ബിറ്റ്, 2 ഡിജിറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. നമുക്ക് ഡെസിമൽ കേസിൽ ബിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഡിജിറ്റിനെ പറയാൻ പറ്റുള്ളൂ. 2 ഡിജിറ്റ് ആഡ് ചെയ്തിട്ടുള്ളൂ. ദിസ് ഇസ് നോൺ ആസ് എ ഹാഫ് ആഡർ. ഹാഫ് ആഡർ. അപ്പൊ നമ്മൾ ചിന്തിക്കും എന്താണ് ഈ ഹാഫ് ആഡറും ഫുൾ ആഡറും വ്യത്യാസം എന്നുള്ളത്. ഞാൻ ഇതേ എക്സാമ്പിളിനെ കുറച്ച് വലിയ നമ്പേഴ്സ് ഇടാം. 27 plus 85. Okay, we have added 7 plus 2. എത്ര വരും? We'll get 12, right? But 2 എഴുതി, ഇവിടെ 3 ബിറ്റ് ഇട്ടു. ബാക്കി ഈ ക്യാരി വന്ന് നമ്മൾ ഇവിടെ ഇട്ടി. ഇവിടെ നമ്മൾ എത്ര ബിറ്റ് ആഡ് ചെയ്യാനുണ്ട്? 8 plus 2, 10 plus 1, 11. ക്യാരി 1 ഉണ്ട്. ആ ക്യാരി വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആഡ് ചെയ്യും. ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്തിരുന്നത്. ഇവിടെ എത്ര ബിറ്റ് ആഡ് ചെയ്തു? 2 അല്ലേ? ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ബിറ്റ് മാത്രം 2 വരാൻ സാധ്യതയുള്ളൂ. ഇവിടെയൊക്കെ 3 ബിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. There are 3 digits. 3 digit addition. Even though we are adding 2 numbers. ഏതൊക്കെ നമ്പർ നമ്മൾ ആഡ് ചെയ്തത്? ആദ്യത്തെ കേസ് 23, 45. രണ്ട് നമ്പർ ആഡ് ചെയ്തിട്ടുള്ളൂ. We are adding 2 numbers. Okay. രണ്ടാമത്തെ കേസിലോ 27 plus 85. ഇവിടെ 2 ബിറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. 2 ഡിജിറ്റ് ആണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഇവിടെ എപ്പോഴും 3 ഡിജിറ്റ് ആഡ് ചെയ്തു അല്ലേ? Even though we are adding 2 numbers, sometimes we need to add 3 digits. If you are adding 3 digits, it is known as a full adder. Okay, full. Maximum 3 അല്ലേ വരുള്ളൂ. രണ്ട് ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 4 എപ്പോഴെങ്കിലും വരുമോ? നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ എപ്പോഴെങ്കിലും 4 വരുമോ? അല്ലേ? നമുക്ക് എപ്പോഴെങ്കിലും 8 plus 2 plus 1 plus 4 എന്ന് കിട്ടുമോ? ഇല്ല. കാരണം നമ്മൾ 2 ഡിജിറ്റ് ആഡ് ചെയ്യുന്നുള്ളൂ. 2 ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോൾ മാക്സിമം 3 ഡിജിറ്റുകൾ തമ്മിൽ, 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ മാക്സിമം 3 ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യേണ്ടി വരും. സോ ദിസ് ഇസ് നോൺ ആസ് എ, ഇഫ് യു ആർ ആഡിങ് 3 ബിറ്റ്സ്, ഇറ്റ് ഇസ് നോൺ ആസ് എ ഫുൾ ആഡർ. ഇവിടെ വരുമ്പോഴോ നമ്മൾ നമ്പേഴ്സിന് ഇവിടെ 0 1 മാത്രമേ ഉള്ളൂ. We can add 0 plus a 0. What will be the answer? Answer will be 0. Okay.
0 plus 1. Answer will be 1. 1 plus 0. Answer will be 1. Again, 1 plus 1. എന്താ വരിക? 1 plus 1. Add ചെയ്യാണ്. 1 plus 1. 1 plus 1 is 1, 0. 2 ആണ് കിട്ടണ്ടേ. 1, 0. Carry is 1. So we write this like this. This is the sum of the carry. മനസ്സിലായോ? ഇപ്പൊ 2 ബിറ്റ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും മാക്സിമം 2 ബിറ്റ് മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ. This is known as a half order. Okay, this is a half order because we have only 2 bits A and B and we get the output as sum and carry. നേരത്തെ ലോജിക് സർക്യൂട്ടിൽ നമുക്ക് ഒരൊറ്റ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 2 ഔട്ട്പുട്ട് ഉണ്ട്. കമ്പൈൻ ദിസ് ഇസ് എ കോമ്പിനേഷൻ സർക്യൂട്ട്. Because this is a combination circuit, we can have more than one output from the input. Okay, we have how many outputs we have? We have sum as well as carry. Okay, എന്നിട്ട് പറയാം. Okay, ഇത് വെച്ചിട്ട് we are adding 0 plus 0. 0 plus 0 means sum എന്ത് കിട്ടും? 0 ആണ്. Carry ഇല്ല. Carry ഇല്ലെങ്കിൽ 0 എന്ന് എഴുതാം. 0 plus 1 is 1. Carry is 0. 1 plus 0 again 1. Carry is 0. 1 plus 1 രണ്ട് 1 ആഡ് ചെയ്യുമ്പോൾ 2 ആണ് കിട്ടേണ്ടത്. അപ്പോൾ അതൊന്നും എഴുതി, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. 1 plus 1 is 1 1 0. 1 0 ഇവിടെ എഴുതി, 0 ഇവിടെ എഴുതി. രണ്ടാമത് ഇപ്പുറത്ത് എഴുതാം. ഇവിടെ 1 ബിറ്റാണ് നമുക്ക് സ്പേസ് ഉള്ളൂ. We have only 1 bit space. ഇതാണ് സമ്മിന്റെ സ്പേസ്. ഇവിടെ 1ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ സമ്മിൽ 1 കിട്ടുള്ളൂ. ഇവിടെ ക്യാരിക്ക് വേറെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. Carry is 1. Okay, this is how it is going on. ബാക്കി എല്ലാത്തിനും ക്യാരി 0 ആയി. ഒന്നും ആഡ് ചെയ്യുമ്പോൾ ഒന്നും വരുന്നില്ല. Okay, this is what a half order is. We have only 2 inputs and we have 2 outputs. This is how we symbolize this half order. Okay, or this is a block diagram of a half order. Block diagram. This is a block diagram of a half order. Half order on the box lady. Input and the A, B are the input. Sum and carry are the output. These are the inputs. You can draw this also. Write this also. Inputs. And these are the outputs. Okay. Now we have to draw the circuit for a half order. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് രണ്ട് ഔട്ട്പുട്ട് ഉണ്ട്. ഒന്ന് സം ഉണ്ട്, carry ഉണ്ട്. നമുക്ക് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. Now remember, we have learned in the last class how to find out an algebraic expression from a truth table. Truth table വന്നു കഴിഞ്ഞാൽ എങ്ങനെ ലോജിക് എക്സ്പ്രഷൻ ഉണ്ടാക്കാന്ന് നമുക്കറിയാം. എന്താ ചെയ്യേണ്ടേ? ആദ്യമേ ക്യാരി എഴുതാം. എവിടെയൊക്കെ 1 ഉണ്ടോ അത് മാത്രം മാർക്ക് ചെയ്യാം. ക്യാരി is equal to ഈ 1ന് എന്താ എഴുതണ്ടേ? നമ്മൾ SOP ഫോമിലാണ് എപ്പോഴും എഴുതുക. ഓക്കെ, അൺലെസ് അതർവൈസ് സ്പെസിഫൈ. 1 ആകുമ്പോൾ എന്താണ്? എക്ക് 1ന് A എന്ന് എഴുതണം, ഈ 1ന് B എന്ന് എഴുതണം. ക്യാരി is AB. സിമ്പിൾ സർക്യൂട്ട് AB. ഓക്കെ, സം ആണെങ്കിലോ എവിടെയൊക്കെ 1 ഉണ്ട്? ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. ഈ 1ന് കറസ്പോണ്ടിങ് നമുക്ക് ഒരു AB എന്ന് എഴുതാം. ഈ 1ന് കറസ്പോണ്ടിങ് എന്താ? A bar B. A bar B. ഈ 1ന് കറസ്പോണ്ടിങ് എന്താ? A B bar. 1 ആണ് A എന്ന് എഴുതുക, 0 ആണെങ്കിൽ A bar എന്ന് എഴുതുക. ഓക്കെ, എയുടെ കേസിൽ 1ന് A എന്ന് എഴുതുക, 0ക്ക് A bar എന്ന് എഴുതുക. ബിയുടെ കേസിൽ 1ന് B എന്ന് എഴുതുക, 0ക്ക് B bar എന്ന് എഴുതുക. So the answer is A bar B plus AB bar. This is the sum and this is the carry. Now remember, have you seen this circuit before? ഇങ്ങനെ സർക്യൂട്ട് ഇങ്ങനെ ഈ ഔട്ട്പുട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? 0 1 1 0. Try to remember ഏത് ഗേറ്റിലാണ് ഇങ്ങനെ 0 1 1 0 എന്ന് കിട്ടുക? We get this output in the case of an XOR gate, right? This is same as A plus B XOR symbol. Okay, we can draw this using an XOR gate. രണ്ട് ഇത് വേണം ഇങ്ങനെ എഴുതാം, അല്ല ഇങ്ങനെ എഴുതാം. So if I draw the circuit looks like this. We have A, we have input B. Sum കിട്ടണമെങ്കിലോ we have to pass this through an XOR gate. A plus B or sum. ഇനിയോ ക്യാരി കിട്ടണമെങ്കിലോ A into B. A into B എന്താ? We need an OR AND gate.
Sum. Okay. Okay, this is how we can simply draw the circuit. Clear? Now we can draw the big one also. We can draw this also. There's nothing wrong in this. അതും വേണേ വരയ്ക്കാം. Okay, sum എന്ന് പറഞ്ഞാൽ A, B, A bar, A bar B plus A B bar. A A B bar. We combine this through an OR gate. When you draw a circuit, draw is as neat as possible. Extra one ഒക്കെ മാറ്റാണ്. What is this? This is sum. A bar B plus A B bar. Okay, this is sum. This circuit looks so complicated. And carrying in it, carry will be another AND gate. Carry. എന്താ വേണ്ട A B ആണ്. This is B. This is A. See. നമ്മൾ നേരത്തെ കണ്ട സർക്യൂട്ട് ഇത് കൂടി നോക്കി ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. So whenever we can draw that, we can draw a circuit, draw it as simple as possible. Okay. Now look at this one. So this is a simplified circuit. We have represented that using an XOR gate and AND gate. ഇങ്ങനെ രണ്ട് ഗേറ്റ് ആവശ്യമുള്ളൂ. ഒന്ന് AND ഗേറ്റും ഒന്ന് XOR ഗേറ്റും. Is it clear? This is a circuit diagram of a half adder. Now in the similar way we will learn about a half subtractor. ഇവിടെ ഇങ്ങനെ 2 bit മാത്രമേ ഉള്ളൂ. We have only 2 bits. 2 bits are used for we are subtracting B from A. That is our output is A minus B. But we are going to find A minus B. Okay. Here also we have only 2 inputs. Inputs can be 0, 0, 0, 1, 1, 0 and 1, 1. Okay, 0, 0, 0, 1, 1, 0 and 1, 1. Okay, once again. Okay. So we are going to design a half subtractor. That is, we are going to find A minus B. When A is 0, B is 0. Okay, I'll write like this. 0 minus 0 is 0. Okay. 1 minus 0 is 1. Okay. 1 minus 1 is 0. So 0 minus 0 is 0. Borrow onnulla. 1 minus 0 is 1. 1 minus 1 is 0. ഇതെല്ലാം borrow zeros ആണ്. Okay. Now consider the case 0 minus 1. 0 minus 1. നമുക്ക് 0 ന്ന് 1 subtract ചെയ്യാൻ പറ്റുമോ? ഇല്ല. We can subtract from 1 0. 1 0 ന്ന് 1 minus ചെയ്യാം. This 1 is borrow. ഒരു 1 borrow ചെയ്യാം. എന്നിട്ട് subtract ചെയ്യുന്ന 1 0 minus 1 is 1. അല്ലേ? 1 plus 1 ആണ് 1 0. 1 0 minus 1 is 1. So this is the difference. 1 ന് difference. Okay. So difference is 1, borrow is 1. Is that clear? ഞാൻ പറയാതെ 0 minus 1. 0 ന്ന് 1 minus ചെയ്യാം. We can't minus 1 from 0. കാരണം ചെറിയ നമ്പർ അത്. അപ്പൊ നമുക്ക് എന്താണ് ഒന്ന് ബോറോ ചെയ്യണം. ബോറോ എന്ത് ചെയ്യും? ബോറോ 1 ചെയ്യണം. ബോറോ 0 ചെയ്തിട്ട് കാര്യമില്ല. 0 ചെയ്ത് കഴിഞ്ഞാൽ 0 0 ആയേ ഉള്ളൂ. അപ്പൊ ബോറോ നമുക്ക് 0 ബോറോ ചെയ്യാൻ പറ്റില്ല. We have to borrow 1. Okay. So that means borrow is 1. Then 1 0 minus 1 എന്താ? നമ്മൾ നേരത്തെ പഠിച്ചു 1 plus 1 is 1 0. 1 0 minus 1 will be 1.
So difference is 1. This is how to write the half subtractor. Only line matre complication. 0 minus 1 will be borrow 1, difference 1. Okay. This is the block diagram of a half subtractor. Block diagram. Here also we have 2 inputs and 2 outputs. One of the output is difference and second output is borrow. Output is difference and borrow. Okay. This is the block diagram of a half subtractor. The circuit എങ്ങനെ ഇരിക്കുക? Look at this one. Look at this borrow. Borrow എന്താ? Borrow ഇവിടെയാണ് മാത്രമേ 1 ഉള്ളൂ. ഇവിടെ 1 ഉള്ള നമ്മൾ എങ്ങനെ എഴുതുക? A bar B. ഇത് 0 1 1 0. That is A B. A bar B. This is A B bar. We can write borrow is equal to A bar B and difference is equal to A bar B plus A B bar. Okay. What is this? This is same as A plus B. Borrow is A bar B. See, നമ്മൾ half order പഠിക്കുമ്പോഴും half subtractor പഠിക്കുമ്പോഴും സർക്യൂട്ട് സിമിലർ ആണ്. എന്താ വ്യത്യാസമുള്ളത്? This difference is same as sum. Sum difference ഒന്നും തന്നെ. ഇങ്ങനെ നമ്മൾ സർക്യൂട്ട് വരച്ചേക്കണം. A B എടുത്തു, XOR ഗേറ്റുകൾ പാസ് ചെയ്തു, ഡിഫറൻസ് കിട്ടി. മറ്റേത് A bar B. എക്ക് ഒരു നോട്ട് ഗേറ്റ് ഉണ്ട്, ബി കൂടെ പാസ് ചെയ്ത് ബോറോ കിട്ടി. എവിടെ ഡിഫറൻസ് ഉള്ളത്? പഴയതെടുക്കാം. We'll go to the previous one. Okay. This is a half order. This is a borrow. Half order the carry A B ആണ് വന്നേക്കുന്നത്. Sum is A XOR B. Summum difference same തന്നെയാണ്. This means that the sum and difference is same. Okay, sum and difference same. ആ കൂടെ വ്യത്യാസം എന്താ? ബോറോയില് മറ്റവിടെ carry എന്ന് വെച്ച് കഴിഞ്ഞാൽ what is carry? Carry is AB and borrow is A bar B. ഈ രണ്ട് വ്യത്യാസം മാത്രമേ തമ്മിലുള്ള ഒരേ സർക്യൂട്ടാണ് രണ്ടും വരിക. രണ്ടാമത്തെ കേസിൽ ഒരു നോട്ട് ഗേറ്റോട് കണക്ട് ചെയ്യണം. So half adder and half subtractor are similar. The next which we are going to learn is full adder. What is full adder? We have 3 bits addition. How many bits we have? 3 bits as the input and 2 bits are the output. How do we draw the block diagram? We write full adder. Write a rectangle and write full adder. Okay. Then we have 3 inputs. A, B, C. These are our inputs. And we have 2 outputs. We write the arrow. 2 outputs. Carry. We write the main output first. Sum and carry. This is the block diagram. What is this? This is the truth table. Okay. Now look at the output. In the case of full adder, 0 plus 0 plus 0 is 0, 0. 0, 0 plus 0 plus 1 is sum 1 carry 0. ഇവിടെ ഒരു 1 ഉള്ളൂ, sum 1 carry 0. 1 plus 1. 1 plus 1 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ്. sum 0 carry 1. ഇവിടെ 1 plus 0 plus 0. sum 1 carry 0. 1 plus 1. sum 0 carry 1. 1 plus 1. sum 0 carry 1. 1 plus 1 plus 1. ഇത് മാത്രമാണ് എക്സ്ട്രാ വരുന്നത്. ബാക്കി നമ്മൾ ഹാഫ് ആൾ ഉള്ളത് തന്നെയാണ്. 1 plus 1 plus 1. എന്താ വരിക? 1 plus 1 is 1 0. 1 0 plus 1 is 1 1. So sum is 1, carries 1. Sum is 1 and carries 1. Is that clear? Sum 1 and carry 1 കിട്ടും. There is eraser. Okay. Now we have to draw the circuit. എങ്ങനെ എഴുതാം? ആദ്യമേ ക്യാരിറ്റ് എഴുതാം. 1 മാത്രം മാർക്ക് ചെയ്യുക. Okay, 4 ones are there. എന്താ എഴുതാൻ പറ്റുക? This carry same as A bar BC.
ഒന്ന് ചെയ്തിട്ട് carry is equal to, this is a bar bc, a bar bc plus second one എവിടെയാ, a b bar c, a b bar c plus അടുത്ത one എവിടെയാ, this is a b c bar, a b c bar, a b c bar plus last one is a b c. This is the carry. സം എങ്ങനെ എഴുതാൻ പറ്റും? സമ്മിന്റെ കേസിൽ there is a 1 here. ഇതെന്താ, a bar b bar c, a bar b bar c. ഈ വണ്ണോ, this one is a bar b c bar. ഈ വണ്ണോ, this is a b bar c bar plus last one is a b c. This is the function for logic function for carry and sum. This is the logic functions or algebra expression for, this is algebra expression for carry, and this is a function for carry, this is a function for sum. Got it? What is the next step? We have to draw the diagram. Okay. We draw the diagram. This is a simplified diagram using XOR gates, using 2 XOR gates and 2 AND gates and an OR gate. This is this is a big circuit, like big expression. ഒരുപാട് വലിയ circuit ആവും. So there's a method for simplification that we'll learn in the next class. By the time we'll draw this function as it is. Okay. First, let me draw carry. We have 3 inputs. Okay. We have 2 inputs, 3 inputs, A, B, C. What is A bar, B bar, C? So we will write A here. I need a bigger space. Okay, A. How many AND gates we require? There's an AND gate here, this AND gate here, another AND gate, another AND gate. Okay, so we need to draw 4 AND gates. Try to draw vertically aligned. And we have to connect all these things using an OR gate. Okay, this is our carry. This part we can connect, that's no problem. Okay. Now, for the first input, what do you have to do? We have to do A bar BC. At A. This is A bar. Okay. A bar. This is our B. B. This is our C. When you draw it a little bit more neat because we have enough space. This is A bar BC, right? A complement
B, C. Second is A, B bar, C. So we have to get A, A, B bar. B bar, C. C, we can connect from C. Okay. Next is A, B, C bar. This is our A. A, B, C bar. One minute, I'll take a new slide and draw a bigger one. It's not easy to draw here. Okay, I've taken a bigger canvas. So just rewritten carry and sum to the top so that I have a space to draw. Now this is a bigger function. Okay, complicated. മൂന്ന് വേരിയബിൾ ഉണ്ട്, 4 എക്സ്പ്രഷൻസ് ഉണ്ട്. നമുക്ക് സമ്മും ക്യാരി ഒന്നിച്ചു വേണേ വരയ്ക്കാം. നമുക്ക് ആദ്യമേ സെപ്പറേറ്റ് ആയിട്ട് വരച്ചു നോക്കാം. ഒന്നിച്ചു വേണേ വരയ്ക്കാം, സെപ്പറേറ്റ് ആയിട്ട് വേണേ വരയ്ക്കാം. Okay, so we have, as far as possible, try to draw a simple diagram. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ്, മനസ്സിലാവാൻ പറ്റുന്ന അങ്ങനെ തോന്നുന്നത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വരച്ചോളാം. ഓക്കെ, ഇത് എങ്ങനെയാ വരയ്ക്കണം നോക്കാം. ഈ കോമ്പാക്ട് വേയിൽ ക്ലിയർ ആയിട്ട് വരയ്ക്കണം എങ്ങനെ നോക്കാം. നമുക്ക് 3 ഇൻപുട്സ് ഉണ്ട്, എ, ബി, സി. അതിന്റെ കോംപ്ലിമെന്റ് ഉണ്ട്, എ ബാർ, ബി ബാർ, സി ബാർ. നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഇത് എക്കാണ്, ഇങ്ങനെ നേരെ താഴേക്ക് വയ്ക്കുക, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുക. അടുത്തത് എ ബാർ, ബി, ബി ബാർ, സി, സി ബാർ. ഓക്കെ, ഇതങ്ങ് താഴെ വരച്ചേക്കുക. ഇത് എ ബാർ, രണ്ടാമത്തെ ലൈൻ എ ബാർ, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇത് ബി, സെക്കൻഡ് ലൈൻ എന്താ, ബി ബാർ, സി, സി ബാർ. ഓക്കെ, ഇപ്പൊ എല്ലാ ഇൻപുട്ടും ആയി. ഇനി നമുക്ക് എന്ത് വേണം, ക്യാരിക്കാണെങ്കിൽ 3 ആൻഡ് ഗേറ്റ് ആണ് വേണ്ടത്. 3 ആൻഡ് ഗേറ്റ് ഇതിന് താഴെയായിട്ട് വേണം വരയ്ക്കാൻ. ഇവിടെ ഒരു ആൻഡ് ഗേറ്റ് വരയ്ക്കുക, അടുത്ത ആൻഡ് ഗേറ്റ് വരയ്ക്കുക, മൂന്നാമത്തെ, നാലാമത്തെ. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യാനായിട്ട് ഒരു ഓർ ഗേറ്റും വേണം. ഓക്കെ, ഡ്രോയിങ് ക്യാരി. ഓക്കെ, ഇനി എന്ത് വേണം, ആദ്യത്തെ എ ബാർ ബി സി, എ ബാർ ബി സി. എ ബാർ ഇവിടെ നിന്ന് എടുക്കുക, നേരെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എനിക്കിത് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. change the color of the pen to. Okay, first ആദ്യം എന്താ വരയ്ക്കേണ്ടത്, എ ബാർ ഇവിടെ നിന്ന് എടുക്കുക, അടുത്ത ബി, ബി ഇവിടെ നിന്ന് എടുക്കുക, അടുത്ത സി. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഗേറ്റ് ഇൻപുട്ട് ആയി. രണ്ടാമത്തെ എ ബി ബാർ സി. അപ്പൊ ഇത് വേണം, ഇതിൽ എ എടുക്കുക. നമുക്ക് എത്ര സർക്യൂട്ട് വേണമെങ്കിലും വരയ്ക്കാം. അടുത്ത ബി ബാർ ആണ്, ബി ബാർ ഇവിടെ നിന്ന് എടുക്കുക. മൂന്നാമത്തെ സി ആണ്. ഓക്കെ, അടുത്ത എ ബി ബാർ സി. അടുത്തത് എ ബി സി ബാർ ആണ്, ഇതാണ് എടുക്കുന്നത്, എ ബി സി ബാർ. എ, അടുത്ത ബി, അടുത്ത സി ബാർ. ഓക്കെ, അടുത്ത എ ബി സി. This is A, this is B, this is C. ക്യാരി ആയില്ലേ? ഇനി സം എന്താ, സമ്മിന് വീണ്ടും ഇതേപോലെ 4 ആൻഡ് ഗേറ്റ് വേണം.
നിങ്ങൾ വരയ്ക്കുമ്പോൾ താഴെയായിട്ട് വരച്ചോളാം. ഓക്കെ, ഇവിടെ താഴെ വരയ്ക്കാൻ സ്ഥലമുണ്ട്, അവിടെ വരയ്ക്കാം. എനിക്കിപ്പോൾ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ചെറുതായിട്ട് വരയ്ക്കാം. 1 2 3 4. ഓക്കെ, അത് മൂന്നും കൂടി എല്ലാം കൂടെ കണക്ട് ചെയ്യുക. ദിസ് ഇസ് സം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ആദ്യത്തിൽ എന്ത് വേണം? എ ബാർ ബി ബാർ സി. എ ബാർ എവിടെ നിന്ന് എടുക്കുക? ദിസ് ഇസ് എ ബാർ. ചേഞ്ച് കളർ ഓഫ് പെൻ. ആദ്യത്തെ എവിടെ നിന്ന് എടുക്കുക? എ ബാർ എവിടെ നിന്ന് എടുക്കുക? എ ബാർ ഇവിടെ നിന്ന് വേണം എടുക്കുക. ദിസ് ഇസ് എ ബാർ. എ ബാർ ബി ബാർ സി. ദിസ് ഇസ് ബി ബാർ. ദിസ് ഇസ് സി. എ ബാർ ബി ബാർ സി. ഓക്കെ, ഇങ്ങനെയാണ് ഡ്രോ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇത് ഒരു ക്യാരി മാച്ചിട്ട് സമ്മോട് വരയ്ക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ലൈൻ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, എന്നാൽ സമ്മോട് താഴേക്ക് വരച്ചേക്കാം. നമുക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്യാരി മാച്ചിട്ട് ഇവിടെ ആയിട്ട് സം വരയ്ക്കാം. അതർവൈസ് ഇറ്റ് വിൽ നോട്ട് ബി ക്ലിയർ. So I'm going to draw some again. Okay, so A bar B bar C bar. Okay. Now we need 4 AND keys. 1 2 3 4 AND keys and 1 OR key. Okay, you can connect these things. This is sum. What do I do? Sum A bar B bar C. 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 അടുത്തോ A bar B C bar. A bar B C bar. A B bar C bar. A B bar C bar. A B C. A B last one is A B C. Okay, this is what is sum is. This is a very complicated circuit, so we can simplify using Karnaugh map. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ എങ്ങനെയാ ഒരു സർക്യൂട്ട് എന്നാ വരയ്ക്കുന്നത് നമ്മൾ പഠിച്ചു. നമ്മൾ ഹാഫ് ആർഡർ പഠിച്ചു, ഹാഫ് സബ്ട്രാക്ടർ പഠിച്ചു, ഫുൾ ആർഡർ പഠിച്ചു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, എന്താ? ഫുൾ സബ്ട്രാക്ടർ. Next is full subtractor. This is what a full subtractor is. ഇവിടെ എങ്ങനെ 3 ഇൻപുട്ട് ഉണ്ടാവും, 2 ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. I'll draw the block diagram. We'll write it as full subtractor. We have 3 inputs A, B, C and 2 outputs. What are they?
difference and borrow. Okay, these are the inputs. These are the outputs. This is the block diagram of a subtractor. This is a truth table. Okay, 0 minus 0 minus 0. What we are doing? We are doing A minus B minus C. 0 minus 0 minus 0, 0, 0 കിട്ടും. 0 minus 0 minus 1. നമുക്ക് 0 minus 1 നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. It is 1, 1. Okay, ഇത് നേരത്തെ കണ്ടതാ. 0, 1 വന്നു കഴിഞ്ഞാൽ answer will be 1, 1. എവിടെ വേറെ 0, 1. Next is 1. 0 minus 1 minus 0. 0 minus 1 എന്താ? 1, 1 കിട്ടും. 1, 1 0 പോയാൽ 1, 1 തന്നെ. സെയിം ഇൻപുട്ട്. ഇത് രണ്ട് ഒന്ന് തന്നെ വരും. കണ്ടോ? 0 minus 1. 0 minus 1 വരുമ്പോൾ 1, 1 വരും. ഇവിടെയോ 0 minus 1 വന്നു. Again 1, 1 കിട്ടി. പിന്നെ വീണ്ടും 0 ആയാൽ പോകുന്നത്. അപ്പൊ ഒന്നും ചെയ്യാനില്ല. This one. 0 minus 1 minus 1. 0 minus 1 1 എന്ത് വരും? We'll get 1, 1. 1, 1 വീണ്ടും 0 പോയാലോ? We'll get 0. That is 0 minus 1 എന്ന് പറയുമ്പോൾ 1. Difference 1, borrow 1 കിട്ടും. This is borrow. Borrow 1, difference 1. This is borrow, this is difference. Again ഒന്നുകൂടി 1 minus ചെയ്യാം. അപ്പൊ എന്ത് വരും? 1 minus 1 is 0. Borrow 1, difference 0. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. Borrow 1, difference 0. Okay, 1, 0 എന്ന് കിട്ടും. അടുത്തോ 1 minus 0 ഒന്നും ചെയ്യാനില്ല. 1 0 പോയാൽ 1 ആണ് ഡിഫറൻസ്. 1 minus 0 minus 1. That is same as 1 minus 1. 1 minus 1 0 0 എന്ന് കിട്ടി. 1 minus 1 0 0 എന്ന് കിട്ടി. 1 minus 1 minus 1. അത് നമ്മൾ ഇവിടെ കണ്ടു തന്നെ. 1 minus 1 minus 1. അല്ല സോറി 1 minus 1 minus 1 എന്താ വരിക? 1 minus 1 എന്ത് വരും? 0 കിട്ടും. ഓക്കെ, 1 minus 1 is equal to 0. ഇനി 0 minus 1 ആണ്. 0 minus 1 നമ്മൾക്കറിയാം. It is 1 1. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എത്രയേ ഉള്ളൂ. ഒന്ന് 0 minus 1 വരാം. 0 minus 1 വരാം. അപ്പൊ എന്ത് വരും? 0 minus 1 ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബോറോ വേണം. We have to borrow 1. Okay, this is borrow. എന്നിട്ട് മൈനസ് ചെയ്യാം. അപ്പൊ എന്ത് വരും? ഡിഫറൻസ് 1 കിട്ടും. 0 minus 1 വന്നു കഴിഞ്ഞാൽ borrow 1, difference 1. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കേസൊക്കെ 0 minus 1 വരുന്നുണ്ട്. borrow 1, difference 1. ഇവിടെ അതെ 0 minus 1 വന്നിട്ടുണ്ട്. മറ്റേ 0 അപ്പൊ നോക്കണ്ട. ഇത് രണ്ടും ഒന്ന് തന്നെ വരും. ഓക്കെ, ഇനി 0 minus 1 വരുന്നുണ്ടോ? അത് ഇവിടെ വരുന്നുണ്ട്. ഇല്ല. ഇനി വന്ന കേസ് എന്താ? 1 minus 1 ഒന്നുമില്ലല്ലോ. 1 minus 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കുക. 0 minus 1 minus 1. 0 minus 1 വരുമ്പോൾ എന്ത് വരിക? 0 minus 1 is borrow 1, difference 1. അല്ലാതെ വീണ്ടും ഒരു 1 കൂടെ മൈനസ് ചെയ്തു. That is 0 minus 1 minus 1. 0 minus 1 എന്ന് പറയുമ്പോൾ borrow 1, difference 1. borrow 1, difference 1. ഇതിനകത്ത് ഒരു 1 കൂടെ മൈനസ് ചെയ്ത് എന്താ കിട്ടുക? minus 1 again. അപ്പൊ നമുക്ക് ഡിഫറൻസ് 0 കിട്ടും. We get difference 0. ഓക്കെ, ശ്രദ്ധിച്ചു നോക്കാം. നമ്മൾ ഒന്നിനൊന്ന് മൈനസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. This is the truth table for a full subtractor. Okay, now what you have to do? We have to draw the combination circuit. That is, we have to draw the logic circuit for both borrow and difference. Borrow can write borrow here. Borrow is equal to A bar B bar C plus 1 എവിടെ ഉണ്ട്? ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. രണ്ടാമത്തെ 1 A bar B C bar plus A bar B C plus ABC. This is what borrow is. Difference of difference is equal to 1 1. എല്ലാതും 4 1 ഉണ്ടാവും. A bar B bar C plus A bar B C bar plus A B bar C bar plus ABC. എഴുതിയിട്ട് ഒന്നുകൂടി ശരിയില്ലേ നോക്കുക. 1 നോക്ക്. A bar B bar C. This is A bar B C bar. ഇവിടെയോ A B bar C bar. This is ABC. This is the sum. This is a borrow and this is the difference. Similar to a full adder. We got two logic expression for one for borrow and one for difference. And as an exercise, draw this.
as a homework. Draw combinational circuit of a full subtractor. Okay, this is your homework. നമ്മൾ ആഡ് ചെയ്ത പോലെ തന്നെ സർക്യൂട്ട് സിമിലർ ആണ്. ചില കോംപ്ലിമെന്റ് അങ്ങോട്ടും അതേപോലത്തെ ഡയഗ്രാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, യു കംപ്ലീറ്റ് ഇറ്റ്. താങ്ക് യു.